ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നതാണ് സ്വലാത്ത് ചൊല്ലൽ. ശഅബാൻ മാസം അടുത്ത് വരികയാണ്. റജബ് 27 അടുത്ത് വരുന്നു, മിഅ്റാജിൻ്റെ ദിവസം. അത് കഴിഞ്ഞാൽ ശഅബാൻ അടുത്ത് വരികയാണ്. ശഅബാൻ മാസത്തിലാണ് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്ത് ഇറങ്ങിയത്. അതുകൊണ്ട് ശഅബാൻ മാസത്തിന് പ്രത്യേകം ശഅബാനുൽ മുഅല്ലം, വളരെ മഹത്വമേറിയ ശഅബാൻ എന്ന് പറയും. നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു തആല പഠിപ്പിച്ച ആയത്ത്. ഈ ആയത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയാൻ സമയമില്ല. എത്രയോ മഹാന്മാർ വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഈ ഒരൊറ്റ ആയത്ത് ആസ്പദിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു മസാലിക്കുൽ ഹുനഫാ എന്ന പേരിൽ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. ഇമാം ഫാക്കിഹാനി വലിയ കിതാബ് എഴുതിയിട്ടുണ്ട്. അതുപോലെ സആദത്തുദ് ദാറൈൻ തുടങ്ങി 100 കണക്കിന് കിതാബുകൾ ഈ ഒരൊറ്റ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതർ എഴുതിയിട്ടുണ്ട്. നേരിയ ചെറിയ ഒരു അർത്ഥം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ കോടാനുകോടി മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കുകയും നബി തങ്ങളെ മദ്ഹ് പറയുകയും ചെയ്യുന്നു. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുക, നബി തങ്ങളെ നിങ്ങൾ പ്രശംസിക്കുക. വസല്ലിമു തസ്ലീമാ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ സർവസ്വവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. ഈ ആയത്തിൻ്റെ ഒരു ചെറിയ സാരമാണ്. അല്ലാഹു തആല നബി തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ കോടാനുകോടി മലക്കുകൾ നബി തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്, നിങ്ങളും അല്ലാഹുവിൻ്റെ ഹബീബിനെ പ്രകീർത്തിക്കണം, അല്ലാഹുവിൻ്റെ ഹബീബിനെ പ്രശംസിക്കണം. അതാണ് നമ്മൾ മൗലിദ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വീട്ടിലൊക്കെ നടത്താറില്ലേ, മൗലിദ് പാരായണം. അല്ലാഹുവിൻ്റെ ഹബീബിനെ പ്രകീർത്തിക്കുകയാണ്. ആ പ്രകീർത്തനം തന്നെയാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്. അതും പ്രകീർത്തനം തന്നെയാണ്. മറ്റ് ലഫ്ളുകളിലൂടെയുള്ള സ്വലാത്ത് അതും പ്രകീർത്തനം തന്നെയാണ്. അങ്ങനെ അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പ്രകീർത്തിക്കുന്നു, പ്രശംസിക്കുന്നു, മദ്ഹ് ചെയ്യുന്നു. അല്ലാഹുവിൻ്റെ കോടിക്കണക്കിന് മലക്കുകൾ ഹബീബായ നബി തങ്ങളെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും മദ്ഹ് പറയുകയും ചെയ്യുന്നു. സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ റസൂലുള്ളാഹിനെ മദ്ഹ് പറയണം കേട്ടോ, റസൂലുള്ളാഹിനെ പ്രശംസിക്കണം കേട്ടോ, റസൂലുള്ളാഹിനെ പ്രകീർത്തിക്കണം കേട്ടോ. അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. പിന്നെ മറ്റുള്ളത് എന്താണ്? നമ്മുടെ എല്ലാം അല്ലാഹുവിൻ്റെ റസൂലിന് ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ ശരീരം എൻ്റേതല്ല, അത് റസൂലുള്ളാഹിക്കുള്ളതാണ്. ഹം റസൂലുള്ളാഹി കീ ഹേ, ജന്നത്ത് റസൂലുള്ളാഹി കീ ഹേ. ബഹുമാനപ്പെട്ട അഹ്മദ് റസാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു ബൈത്തിൽ കാണാം, ഹം റസൂലുള്ളാഹി കീ ഹേ, ജന്നത്ത് റസൂലുള്ളാഹി കീ ഹേ, കഅബ റസൂലുള്ളാഹി കീ ഹേ.
അങ്ങനെ എല്ലാം അല്ലാഹുവിൻ്റെ റസൂലിനുള്ളതാണ്. ആ റസൂലിന് നിങ്ങൾ വസല്ലിമു, നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം, തസ്ലീമ, പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലാഹു തആല ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധിയെ സംബന്ധിച്ച് സംശയിക്കാതെ അത് പൂർണ്ണമായി അംഗീകരിക്കുകയും വയുസല്ലിമു തസ്ലീമ, അവരുടെ എല്ലാ സംഗതികളും നബിതങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് വരെ ഒരു വ്യക്തിയും യഥാർത്ഥ മുഅ്മിൻ അല്ല. അതല്ലേ മദീന മുനവ്വറയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലത്ത് വലഭാഗത്തും ഇടഭാഗത്തുമായി മുമ്പിൽ കാണുന്ന 2 തൂണ്, ആ തൂണിൻ്റെ മുകളിൽ എഴുതി വെക്കപ്പെട്ട ബൈത്ത് എന്താണ്? യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അളുമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അകമു നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള പുതിയ ആശയക്കാരിലെ ഈ ആശയക്കാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിൻ്റെ ശേഷം അവിടത്തോട് വിളിച്ചു പറയാൻ പാടില്ലെന്ന് ഇവിടുന്ന് ഇങ്ങനെ യാതൊരു രേഖയുമില്ലാതെ പറഞ്ഞു നടക്കുന്നവരുണ്ട്. അവരുടെ ഭരണമാണ് സൗദിയിലെന്ന് അവരവകാശപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ആ സൗദിയിൽ പറയുന്നത് കണ്ടല്ലോ, നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു. ഓ ഹബീബായ മുഹമ്മദ് നബിയേ, എൻ്റെ ശരീരം അങ്ങയുടെ ഖബറിലേക്ക് തണ്ടമാണ് നബിയേ. അങ്ങയിലേക്ക് എന്നുമല്ല, അങ്ങയുടെ ഖബറിലേക്ക് എൻ്റെ ശരീരം ദണ്ഡം ചെയ്തിരിക്കുന്നു, അഥവാ അർപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ഖബറിന് വേണ്ടി എൻ്റെ ശരീരത്തെ ഞാനിതാ വിട്ടു തന്നിരിക്കുന്നു. അങ്ങയിലേക്ക് എൻ്റെ സർവസ്വവും ഞാൻ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്ന എന്തൊരത്ഭുതമാണ് മുഅ്മിനീങ്ങളെ. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം, വയസല്ലിമു തസ്ലീമ, നിങ്ങളെ സർവസ്വം, വെള്ളം നോക്കണം, വയസല്ലിമു തസ്ലീമ, എല്ലാം ഏൽപ്പിച്ചു കൊടുക്കണം, സർവം ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം പ്രിയം വെക്കുകയും നാം മഹബ്ബത്ത് വെക്കുകയും നബി തങ്ങളോട് അടുക്കുകയും ചെയ്യുമ്പോൾ നാം യഥാർത്ഥ മുഅ്മിനുകളായി തീരുന്നു. അവിടുന്ന് ഇസ്ലാം മതം ഇവിടെ പ്രചരിപ്പിച്ചത് അടിച്ചുകൊണ്ടല്ല, വെട്ടിപ്പിടിച്ചുകൊണ്ടല്ല, വാളുകൊണ്ടല്ല, തോക്ക് കൊണ്ടല്ല, ഉണ്ടകൾ കൊണ്ടല്ല. ബിസ്മില്ലാ. ഇന്ന് മുസ്ലിം സമുദായത്തെ ഭീകരന്മാരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. മുസ്ലിം സമുദായത്തെ തീവ്രവാദികളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, ഇസ്ലാം ഇവിടെ തീവ്രവാദം കൊണ്ടുണ്ടായതല്ല, ഭീകരതയിലൂടെ ഉണ്ടായതല്ല, മറിച്ച് മുഅ്ജിസത്ത് കൊണ്ടാണ് ഇവിടെ സംസ്ഥാപനമുണ്ടായത്.
മുഅ്ജിസത്ത് കൊണ്ടാണ് ഇസ്ലാം ഇവിടെ സ്ഥിരപ്പെട്ടതും പ്രചരിച്ചതും. ആ മുഅ്ജിസത്തും അതിൻ്റെ മുന്നോടിയായ ഇർഹാസ്. എത്ര വലിയ മുഅ്ജിസത്ത്! നമ്മളിപ്പോൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുക, മഴയില്ലാതെ ബുദ്ധിമുട്ടുന്നു. നമുക്കെപ്പോഴാണ് മഴ വേണ്ടത്? അപ്പോഴിങ്ങോട്ട് വാങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയൂല. നമ്മൾ ചോദിക്കണം, അല്ലാഹു തആല തരും. അല്ലാഹു തആല നമുക്ക് മഴ വർഷിപ്പിച്ച് തരട്ടെ. എന്നാ ചോദിച്ച് അപ്പം തന്നെ വാങ്ങാനും നിർത്താനുമുള്ള കഴിവ് സാധുക്കളായ നമുക്കില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരിക്കൽ വെള്ളിയാഴ്ച മഴ ഇല്ലാത്ത സമയം വെള്ളിയാഴ്ച ജുമുഅ ഖുതുബ നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ, മിമ്പറിലേക്ക് കയറിയപ്പോൾ നബി തങ്ങൾ സാധാരണ സന്ദർഭോചിത ഖുതുബ എന്ന ഒരു നയം അവിടത്തേക്ക് ഇല്ല. ഓരോ സമയത്തുണ്ടാകുന്ന കാര്യം ഖുതുബയെ പറയാന്നുള്ളത് നബി തങ്ങൾക്കില്ല. അങ്ങനെയാണെങ്കിൽ അന്ന് മഴയില്ലാത്ത കാര്യമായിരുന്നു പറയേണ്ടിയിരുന്നത്. അത് പറഞ്ഞില്ല. സാധാരണ പോലെ വസിയത്ത് ബിത്തഖ്വ ചെയ്തുകൊണ്ട് ഖുതുബ ഓതാനങ്ങ് തുടങ്ങിയപ്പോൾ ഒരു സഹാബി വന്നിട്ട് പറയുന്നു, അത്തൈനാക വൽ അദ്റാഉ തുദ്മി ലബനഹാ വഖദ് ശുഗിലത് ഉമ്മുസ്തബിയ്യി അനി الطفലി وألقى بكفيه الصبي استكانة من الجوع خوفا ما يمر وما يحلي وما كان مما يأكل الناس عندنا سوى الحنظل العاه والعلهز الفسل. എന്താണ് പറഞ്ഞതിൻ്റെ ചുരുക്കമെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ വന്നിട്ട് പറയുന്നു, നബിയെ, ഞങ്ങളിതാ മഴയില്ലാതെ വിഷമത്തിലാണ്, വളരെ വിഷമത്തിലാണ്. മഴയില്ലാത്തത് കൊണ്ട് ഗർഭിണികളായ സ്ത്രീകൾ, അവരുടെ വയറ്റിൽ നിന്ന് കുട്ടികൾ ഇതാ പുറത്തു ചാടാൻ തുടങ്ങി. മുല കൊടുക്കുന്ന പെണ്ണുങ്ങൾ, അവരുടെ മുലയിൽ നിന്ന് മുലപ്പാലിന് പകരം രക്തങ്ങൾ വരാൻ തുടങ്ങി. അതുപോലെ മൃഗങ്ങളൊക്കെ ചത്തുപോകാൻ തുടങ്ങി. ഞങ്ങളിടയിൽ ആട്ടങ്ങ എന്ന് പറയുന്ന ഒരു സാധനം, ഉണങ്ങാത്ത സാധനമുണ്ട്. എത്ര വെയിലുണ്ടായാലും ഉണങ്ങാത്തതാണ് ആട്ടങ്ങ. ഇതല്ലാത്ത മുഴുവൻ സാധനങ്ങളും ഉണങ്ങിപ്പോയി നബിയേ. ഞങ്ങൾക്ക് വെള്ളമില്ല, മഴയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബിനോട് പറയുന്നു, ഫലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലാ റസൂലി. ഓ ഹബീബായ നബിയേ, ഞങ്ങൾക്ക് മഴയില്ലാത്തത് കൊണ്ട് ഞങ്ങളിത് തങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് മഴ വേണം നബിയേ. വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലാ റസൂലി. ജനങ്ങൾക്ക് മഴയില്ലാതെയാകുമ്പോഴും, ജനങ്ങൾക്ക് ഭക്ഷണമില്ലാതെയാകുമ്പോഴും, ജനങ്ങൾക്ക് വിഷമം വരുമ്പോൾ മുർസലികളിലേക്കല്ലാതെ എവിടേക്ക് പോകാനാണ്? അതുകൊണ്ട് തങ്ങളിലേക്കല്ലാതെ ഞങ്ങൾക്ക് എവിടെയും പോകാനില്ല, ഞങ്ങൾക്ക് വെള്ളം വേണം എന്നങ്ങ് പറയുന്ന താമസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൈവിരൽ കൊണ്ട് മേപ്പോട്ട് ഒന്ന് ചൂണ്ടി
ആ സമയത്തവിടെ ഒരു ഓട്ട 7ാമത്തെ ആകാശം വരെ ഓട്ട വന്നുപോയി. ഈ ഓട്ടയുടെ അടയാളം ഇപ്പോഴും അൽ ഖുബ്ബത്തുൽ ഖദ്റാഇന്റെ മുകളിൽ ഒരു ഓട്ട വെച്ചതായി നിങ്ങൾക്ക് കാണാം. മദീനയിലെ അൽ ഖുബ്ബത്തുൽ ഖദ്റാഇൽ ഒരു ഓട്ടയുണ്ട്. ആ ഓട്ട നബി തങ്ങളുടെ കൈവിരൽ ചൂണ്ടിയ ഓട്ടക്ക് സ്മരണയായി വെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കൈ മേലോട്ടൊന്ന് ചൂണ്ടി ഉടനെ തന്നെ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മ സ്ഖിനൽ ഗൈസ വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. ഞങ്ങൾക്ക് മഴ വേണമല്ല, ഞങ്ങളെ നിരാശപ്പെടുത്തരുതേ. ഒരൊറ്റ വാക്ക് പറയുമ്പോഴേക്ക് മഴ പെയ്തു പോയി. സഹോദരങ്ങളെ, മഴ പെയ്തു എന്നല്ല ഖുതുബയോതുന്നത്, മഴ കൊണ്ടാണ്. നിസ്കരിക്കുമ്പോൾ മഴ കൊള്ളുന്നു. മേൽപ്പരയില്ലാത്ത പള്ളിയാണല്ലോ. നിസ്കരിക്കുന്ന സമയത്ത് ചളിയിൽ സുജൂദ് ചെയ്യുന്നു. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും മഴ പെയ്യുന്നു. അടുത്ത ദിവസവും മഴ പെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ചു വാങ്ങിയ മഴയായതുകൊണ്ട് ആ ഹബീബ് എപ്പോൾ നിർത്താൻ പറയുന്നു, അപ്പോഴല്ലാതെ അള്ളാഹു നിർത്തൂല. അങ്ങനെ അതാ മഴ തുടരുന്നു. 8 ദിവസം തുടരുന്നു. അടുത്ത വെള്ളിയാഴ്ചയായപ്പോഴേക്ക് പറയാൻ തുടങ്ങിപ്പോയി. ഒരാൾ വന്നിട്ട് പറയുന്നു, നബിയെ, കാര്യം വിഷമത്തിലാണ്. മഴ പെയ്ത് വെള്ളം വർദ്ധിച്ച് മദീനയിലെ റോഡുകളൊക്കെ മുറിഞ്ഞു തുടങ്ങി, മൃഗങ്ങളൊക്കെ ഒലിച്ചു പോകാൻ തുടങ്ങി. ഞങ്ങൾക്ക് മഴ നിർത്തിത്തരണം. നോക്ക്, ഒരൊറ്റ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ അല്ലാഹുമ്മ അലൽ ഔദിയത്തി വൽ ജിബാലി വൽ ആകാം. കൈയൊന്നിങ്ങനെ വട്ടത്തിൽ കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണ്ട. വിജന സ്ഥലമായ കാട്ടിലും കുന്നിലും മഴ പെയ്തു കൊള്ളട്ടെ, ഇവിടെ മഴ വേണ്ട. ഒരൊറ്റ വാക്ക്, മഴ നിന്നുപോയി. മാന്യ മുഅ്മിനേ, ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ്. മുഅ്ജിസത്തിൽ ഒരു ചെറിയ മുഅ്ജിസത്താണ്. വലിയ മുഅ്ജിസത്ത്, അതിനേക്കാളും വലിയ മുഅ്ജിസത്തുണ്ട്. അതാണ് മിഅ്റാജ്. അടുത്ത ദിവസം വരാൻ പോകുന്ന മിഅ്റാജ് ഒരു സെക്കൻഡ് കൊണ്ടോ അല്ലെങ്കിൽ ഏതാനും ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ടോ 7 ആകാശവും വിട്ടുകടന്ന് അർശും ലൗഹും ഖലമും എല്ലാം വിട്ടുകടന്ന് വത്തറ അജായിബ ആലമിൽ മലകൂതി വസറായിറ الناسൂതി വൽ ജബറൂതി ഐനൻ മുദർരിസ മസ്ജിദിൽ ലാഹൂതി صلوا عليه وسلموا تسليما كم من لبدني هواه علوما صلوا عليه وسلموا تسليما. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ബൈത്താക്കി പറഞ്ഞതാണ്. അതാ വതറ അജായിബ ആലമിൽ മലകൂതി, അദൃശ്യലോകത്തിൻ്റെ ആലമിനെ മുഴുവനും അവിടുന്ന് കണ്ടു. 7 ആകാശവും അതിൻ്റെ അപ്പുറത്ത് അർശും കുർസിയും ലൗഹും കലമും എല്ലാം ഒരു രാത്രിയിൽ നിന്നുള്ള വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്തു. 50 വക്ത് നിസ്കാരം കൊടുത്തത് ചുരുക്കിച്ചിട്ട് 5 വക്താക്കി കിട്ടി. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഹദിയ ലഭിച്ച മാസം രാത്രി. അങ്ങനെ ഇത് വലിയൊരു മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്തിൻ്റെ ഫലമാണ് 5 നേരത്തെ നിസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരന്മാരെ, നിസ്കാരം ഉപേക്ഷിക്കരുതെന്ന് പ്രത്യേകം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഒറ്റ വക്ത് നിസ്കാരവും നിങ്ങൾ ഒഴിവാക്കരുത്. എൻ്റെ കരടിൻ്റെ ഘട്ടങ്ങളായ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതാ ഇപ്പം രാഷ്ട്രീയത്തിൻ്റെ പിശാച് തലയിൽ കയറി ഇങ്ങനെ ചൂട് പിടിക്കുന്ന സമയമാണ്. എല്ലാവർക്കും നിങ്ങൾ അതിൻ്റെ പേരിൽ രാഷ്ട്രീയ ചൂടുമായി നടക്കുമ്പോൾ നിസ്കാരം ഖളാഅക്കാൻ യാതൊരു വഴിയും ഇല്ല കേട്ടോ. നിസ്കാരം ഖളാഅക്കൽ അനുവദനീയമല്ല കേട്ടോ. രാഷ്ട്രീയത്തിലായതുകൊണ്ട് ഗീബത്ത് പറയൽ അനുവദനീയമല്ല, ചീത്ത പറയൽ അനുവദനീയമല്ല. നമ്മളെ ഈമാൻ നഷ്ടപ്പെടുത്തണ്ട. പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മുന്നറിയിപ്പ് നൽകുന്നു. ഇനി വിജയിച്ചു കഴിഞ്ഞാൽ
ഇവിടുത്തെ വിജയത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൻ്റെ വിജയം, ഒരു മണ്ഡലത്തിൽ 3-4 ആൾ വോട്ടിന് നിന്നു. ഒരാൾക്ക് 100 വോട്ട്, മറ്റേയാൾക്ക് 90 വോട്ട്, മറ്റേയാൾക്ക് 80 വോട്ട്, മറ്റേയാൾക്ക് 70 വോട്ട്. ഇങ്ങനെ 4 ആൾക്കും കൂടി കിട്ടിയ വോട്ടിൻ്റെ കൂട്ടത്തിൽ 100 വോട്ട് കിട്ടിയവൻ ജയിച്ചു. യഥാർത്ഥത്തിൽ നാട്ടിലുള്ള എത്രയോ ആള് അവന് എതിരാണ്. ഇവന് 100 ആളെ ഇവർ അനുകൂലമുള്ളൂ. മറ്റേ 90, 80, 70, 60 ഇവരൊക്കെ ഇവൻ്റെ എതിരാ അല്ലേ? എന്നാലും ഈ 100കാരൻ ജയിച്ചു. മാന്യ സഹോദരങ്ങളെ, അങ്ങനെ ജയിക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു, നാളെ ആഖിറത്തിൽ ചെല്ലുന്ന സമയം ഒരു വിഭാഗത്തിൻ്റെ മുഖം വെളുക്കുകയും മറ്റൊരു വിഭാഗത്തിൻ്റെ മുഖം കറുക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ഇവിടെ എലക്ഷന് വേണ്ടി ഓടി നടന്ന് എന്തെല്ലാമോ പറയാനുള്ളതൊക്കെ പറഞ്ഞു, കളവുകളൊക്കെ കൂട്ടി പറഞ്ഞു. അവസാനം വോട്ട് ചെയ്ത് എണ്ണുന്ന ദിവസം ഇങ്ങനെ റേഡിയോ പുല്ല് വെച്ചിട്ട് ടെലിവിഷൻ തുറന്നു വെച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അവനവൻ്റെ പാർട്ടി ജയിച്ചു എന്ന് പറയുമ്പോൾ മുഖം വെളുക്കുന്നു, മറ്റേ പാർട്ടി മുഖം കറുക്കുന്നു. എന്നാൽ ഇത് ശാശ്വതമാണോ? ഒരിക്കലും ശാശ്വതമല്ല. തോറ്റുപോയവൻ ഒരാഴ്ചക്കാലം മെല്ലെ ആരും അറിയാതെ ഇരിക്കും. ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഈ കയറിയവരെ ഇറക്കാനുള്ള ശ്രമത്തിലായി തുടങ്ങിപ്പോയി. എല്ലാ വിഭാഗം ആളുകളും അങ്ങനെയല്ലേ? ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിക്കുന്നത്, ഇവിടുത്തെ ദുന്യാവിൻ്റെ വോട്ടെടുപ്പ്, ദുന്യാവിൻ്റെ റിസൾട്ട് ആഖിറത്തിൽ വെച്ച് കാണുന്ന സമയം യൗമ തബയ്യദ്ദു വുജൂഹും വതസ്വദ്ദു വജൂഹ്, ഒരു വിഭാഗത്തിൻ്റെ മുഖം വെളുക്കുകയും മറ്റൊരു വിഭാഗത്തിൻ്റെ മുഖം കറുക്കുകയും ചെയ്യും. വഅമ്മല്ലദീന ബിയദ്ദത് വുജൂഹും ഫഫീ റഹ്മത്തില്ലാഹ്, വിജയിച്ചവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിലാണ്, സ്വർഗത്തിലാണ്. അവർക്ക് പിന്നെ പരാജയം പേടിക്കാനില്ല. അവർക്ക് രണ്ടാമത് പരാജയപ്പെട്ടു പോകുമോ എന്ന് പേടിയില്ല. അങ്ങനെ ശാശ്വതമായ വിജയമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് ആഖിറത്തിലേക്കാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പും ഇവിടുത്തെ വിജയവും ഇവിടുത്തെ പരാജയവും വെച്ച് നമ്മളെ ഈമാൻ നശിപ്പിക്കണ്ട. ഏതെങ്കിലും ഒരാൾ ജയിച്ച് ഇതിനു വേണ്ടി മറ്റുള്ള എല്ലാ മോമിനീങ്ങളെയും ആലിമീങ്ങളെയും ഒന്നുമില്ലാത്ത നിരപരാധികളെയും ചീത്ത പറഞ്ഞിട്ട് നമ്മളെ ഈമാൻ നശിപ്പിക്കണ്ട. ഞങ്ങളാരും രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്തെന്താ? ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്തത്, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ പിന്നെ അവിടെ ദീനിന് പ്രവർത്തിക്കാൻ ആരും ഉണ്ടാവില്ല, ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല. ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ശരീഅത്ത് കോളേജ് ഉണ്ടാക്കിയത്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് പള്ളികൾ ഉണ്ടാക്കിയത്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ അറബി കോളേജ് ഉണ്ടാക്കിയത്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് മദ്രസകൾ ഉണ്ടാക്കിയത്? ആരുമില്ല, ഒരു പാർട്ടിയുമില്ല. അവർക്ക് വേറെ ജോലിയാണ്. അതേസമയത്ത് 1000, 5000, 10000, ലക്ഷവും വിദ്യാർത്ഥികൾ പഠിക്കുന്ന മതസ്ഥാപനങ്ങളും മതബൗദ്ധിക സാങ്കേതിക സമുന്നയ വിദ്യാഭ്യാസ സമുച്ചയങ്ങളും ഇതുപോലുള്ള ഉപദേശത്തിൻ്റെ പരിപാടികളും ഇത് ആലിമീങ്ങൾ ചെയ്യണം. ഇത് ആലിമീങ്ങൾ ചെയ്യാതിരുന്നാൽ ഇവിടെ ദീനില്ലാതെയായി പോവും. അതുകൊണ്ടാണ് ഞങ്ങളാരും രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്തത് കേട്ടോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ഇവിടെ എത്ര രാഷ്ട്രീയ പാർട്ടി ഉണ്ടെന്ന് തന്നെ എനിക്കറിയില്ല. ഒരൊറ്റ പാർട്ടിയും ഇക്കാലം വരെ ഒരു ശരീഅത്ത് കോളേജ് ഉണ്ടാക്കിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരു അറബിക് കോളേജ് ഉണ്ടാക്കിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരു മദ്രസ ഉണ്ടാക്കിയതായിട്ടും കേട്ടിട്ടില്ല. തർക്കം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇവിടെ ഭരണം നടത്തുകയല്ലാതെ വേറെ ദീനിൻ്റെ കാര്യങ്ങൾ ഒരു സ്ഥാപനം ഉണ്ടാക്കുന്ന ആരെയും കാണുന്നില്ല. അപ്പം നമ്മളും കൂടി ഈ രാഷ്ട്രീയത്തിലേക്ക് പോയാൽ ഇവിടെ പള്ളിയും ദീനും മദ്രസയും
ഇല്ലാതെയായി പോകും എന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ അതിലേക്കൊന്നും ഇറങ്ങാത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആരും ഗീബത്തും നമീമത്തും ഫസാദും പറഞ്ഞ് ചീത്ത പറഞ്ഞ് ആളുകളെ കുറ്റം പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഈമാനെ നഷ്ടപ്പെടുത്തരുത്. കാള പറ്റൂ എന്ന് പറയുമ്പോഴേക്ക് കയറെടുക്കുന്ന സ്വഭാവം ആണ് മനുഷ്യരുള്ളത്. എന്തെല്ലാം കളവുകളാണ് ആലിമീങ്ങളുടെ പേരിലും ദീനിൻ്റെ ഹാദിമീങ്ങളുടെ പേരിലും പറഞ്ഞു വരുത്തുന്നത്. യാതൊരു കണക്കുമില്ല. നിങ്ങളൊക്കെ കേട്ടതാണ്, ഈയിടെ സ്ത്രീ പുരുഷ സമത്വവാദവുമായി ഒരു വിഭാഗം ആളുകൾ വന്നു. ലിംഗസമത്വം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം സമമാണ്, എല്ലാവരും ഒരേ സ്ഥലത്ത് ഇടകലർന്നിട്ട് ഇങ്ങനെ ഇരിക്കണം, സ്കൂളിലും മദ്രസയിലും വാഴ് കേൾക്കുന്നിടത്തുമെല്ലാം സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നിരിക്കണം എന്നിങ്ങനെയുള്ള ഒരു വാദവുമായി വന്നപ്പോൾ ഞാൻ അതിനെ എതിർത്ത് സംസാരിക്കുമ്പോൾ സ്ത്രീകൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു. ഒരാൾ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ആ വിവാഹം ചെയ്ത മനുഷ്യൻ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, താമസ സ്ഥലം കൊടുക്കണം, മരുന്ന് കൊടുക്കണം. അങ്ങനെ അവൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഭർത്താവ് ചെയ്തു കൊടുക്കണം. ഇത്രയും സ്ഥാനം സ്ത്രീകൾക്ക് ഇസ്ലാമിൽ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. സ്ത്രീകളോട് നേരെ മറിച്ച് നിങ്ങൾ ഭർത്താവിന് ചികിത്സ ചെയ്യണമെന്ന് പറയുന്നില്ല, ഭർത്താവിന് മരുന്ന് കൊടുക്കണമെന്ന് പറയുന്നില്ല, ഭർത്താവിന് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്നില്ല, ഭർത്താവിന് വസ്ത്രം കൊടുക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ സ്ത്രീകളോട് പറയുന്നത്, നിങ്ങളെ ഭർത്താക്കൾക്ക് നിങ്ങൾ ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം. ലൗ അമർതു അൻ യസ്ജുദ അഹദുൻ ലിഅഹദിൻ ലഅമർതു النساء അൻ യസ്ജുദന ലിഅസ്വാജിഹിന്ന ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യൽ അനുവദനീയമായിരുന്നുവെങ്കിൽ പെണ്ണുങ്ങളെ നിങ്ങൾ ഭർത്താക്കൾക്ക് സുജൂദ് ചെയ്യണം എന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. അത്രയും അധികം ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം, ഭർത്താക്കന്മാർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം, ഭർത്താക്കന്മാരുമായി ഒത്താശയിൽ ജീവിക്കണം എന്ന് മൊത്തത്തിൽ സ്ത്രീകളോട് പറഞ്ഞതല്ലാതെ സ്ത്രീകളെ മേൽ അല്ലാഹു തആല ഇതൊന്നും നിർബന്ധമാക്കിയിട്ടില്ല. അതേസമയം പുരുഷന്മാരെ മേൽ ഇത് മുഴുവനും നിർബന്ധമാണ്. ആ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അവർ കുറ്റക്കാരനായി പോകും. ഇതെല്ലാം പറഞ്ഞതിൻ്റെ ശേഷം പ്രസവിക്കാൻ സ്ത്രീകൾക്ക് മാത്രമല്ലേ കഴിയൂ എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞു. അതിന് ഇവിടുത്തെ പത്രക്കാരൻ നമ്മളെ പറ്റിക്കാനും നമ്മളെ വാർത്തകൾ വളച്ചൊടിക്കാനും നടക്കുന്ന പത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു പത്രം എന്തെഴുതി, സ്ത്രീകൾ പ്രസവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാന്തപുരം. ഓ, അള്ളാഹ് കൊടുത്തിട്ടോ അവർക്ക് അതിൻ്റെ പ്രതിഫലം. അള്ളാഹ് കൊടുത്തു, പത്രം ആരും വാങ്ങാണ്ടായിപ്പോയില്ലേ? ഒറ്റ കുട്ടിയും പത്രം വാങ്ങാതായിപ്പോയി. അവസാനം എല്ലാ നേതാക്കന്മാരും കൂടി വന്നിട്ട് നമ്മളെ മുന്നിൽ വന്ന് സമസ്തൻ്റെ ഓഫീസിൽ വന്ന് കേടപേക്ഷിച്ച് ഇനി മേലിൽ ഞങ്ങളിൽ അങ്ങനെ തെറ്റ് വരൂല എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പം മെല്ലെ മെല്ലെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. വരമ്പത്തും തന്നെ കൂലി കൊടുക്കാന്നുള്ള മാതിരി അള്ളാഹു തആല കൊടുത്തു വിട്ടു. കുറ്റന്മാരുടെ ഭാഷയാണെന്നാലും ഞാനും പറഞ്ഞു. അല്ല, ദീനിനോട് കളിച്ചാൽ കുറച്ചങ്ങനെ ഒരു കറാമത്ത്, ദീനിൻ്റെ കറാമത്ത് കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ദീനിവിടെ നിലക്കൂല. ഞങ്ങളെപ്പോലത്തെ സാധുക്കൾ ഇവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയ 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 ശക്തികൾ നമ്മളോട് എതിർക്കുമ്പോൾ അല്ലാഹു തആല തന്നെ കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അല്ലാഹുവിൻ്റെ സഹായം കൂടാതെ കഴിയൂല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഉള്ളതിൻ്റെ നേരെ മാറ്റം
പ്രസിദ്ധീകരിക്കുകയും അത് കേൾക്കുമ്പോഴേക്ക് ചാടി എന്നിട്ട് ഫോട്ടോ ഉണ്ടാക്കിയിട്ട് കോലം കത്തിച്ചു. എന്താണ് ചെയ്യുക? അതുപോലെയാണ് ഈ രാഷ്ട്രീയത്തിൽ ചില ആളുകൾ അവിടുന്ന് അത് കേട്ട് ഇത് കേട്ട് മറ്റേ കേട്ട് എന്ന് വന്നിട്ട് അപ്പോഴേക്ക് കത്തിക്കൽ ഓടിപ്പോയി. ഞങ്ങൾ സാധുക്കളോ ഞങ്ങളതിലൊന്നുമില്ലാണ്ട് ഒന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ്. അതിനും സമ്മതിക്കൂല എന്ന് പറഞ്ഞാലോ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഇസ്സത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ആ ഇസ്സത്ത് എവിടെയാണ് ഉണ്ടാകുന്നത് അവിടെ നാം നോക്കണം. അതിനെതിരായി വരുന്നത് നാം നോക്കാതിരിക്കണം. അതെല്ലാം ഉണ്ട് എന്നല്ലാതെ ഞങ്ങൾ ഇവിടെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആഫത്താണ്. കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കി. ഈ കേരള മുസ്ലിം ജമാഅത്ത് രാഷ്ട്രീയ സംഘടനയാണെന്ന് വരുത്തി തീർക്കാൻ എന്തെല്ലാം പാടുപെട്ട് നോക്കി ഇവിടുത്തെ പത്രക്കാരും ചാനലുകാരും. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി അല്ല, ഒരിക്കലും ആവുകയില്ല. ആവൂല എന്നല്ല, ഇന്നത്തെ ഇവിടുത്തെ ഭൗതിക രാഷ്ട്രീയം അത് ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ രാഷ്ട്രീയം അതില്ല എന്നുള്ള രാഷ്ട്രീയമാണ്. ഇപ്പം ഞാൻ തന്നെ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നുവെങ്കിൽ ഈ ഇരിക്കുന്ന ആളുകളുടെ പകുതി ആൾ എണിച്ചു പോകും. അങ്ങനെയല്ലേ? ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന്. വോട്ടിനെ പകുതി ആൾ പോവും. പകുതി ആൾക്ക് വലിയ സന്തോഷമായിരിക്കും. ഇതാണോ ഇവിടെ ആലിമീങ്ങൾ ചെയ്യേണ്ടത്? അല്ല. ആലിമീങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരെയും കിട്ടണം. നമ്മൾക്ക് എല്ലാവരും സുന്നത്ത് ജമാഅത്തിൽ കിട്ടണം. നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ ചെയ്തോ. ഇവിടെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കണം. അതിലൊറ്റക്കെട്ടായി നിൽക്കണം. മൂന്നാക്കിൽ ഒരു കറാമത്ത് വന്നു. ഈ കറാമത്ത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കാനുള്ള ഒരു കറാമത്ത് കാണിച്ചതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ആളുകളൊക്കെ ഇവിടെ എങ്ങനെ ഒരുമിച്ച് കൂടും? മണി 11 കഴിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് ഇരിക്കുന്നത്? അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കാനും ഞങ്ങൾക്ക് നിങ്ങളോട് കാര്യങ്ങൾ പറയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല വഴികൾ ഉണ്ടാക്കുകയല്ലേ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ ഇതേ നിലക്ക് തന്നെ കാസർഗോഡ് ജില്ലയിൽ ഒരു സ്വലാത്ത് നടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതേ കോലം തന്നെ ആളുകൾ. മലപ്പുറം ജില്ലയിലെ പോലെ ആളില്ലാത്ത നാടാണ് അവിടെ. എന്നാലും അവിടെ കർണാടക സ്റ്റേറ്റിൽ നിന്നടക്കം ആളുകൾ വന്ന് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി തടിച്ചു കൂടുന്നുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുക, അവിടുത്തെ സ്വഹാബത്തിൻ്റെ മദ്ഹുകൾ പറയുക, താബീങ്ങളെ മദ്ഹ് പറയുക, ഔലിയാക്കളെ മദ്ഹ് പറയുക, ആരിഫീങ്ങളെ മദ്ഹ് പറയുക. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അൽഹംദുലില്ലാഹ് വലിയൊരു സന്തോഷം. ഇവിടെ അല്പ സ്ഥലം വാങ്ങി ഇവിടെ ഒരു പദ്ധതി തന്നെ ആവിഷ്കരിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു. തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ ഒരുമിച്ച് കൂടിയപ്പോൾ 1,30,000 1,40,000 വരുന്ന സ്വഹാബികൾ. എന്നാൽ ആ സ്വഹാബികളിൽ പുറമെ വേറെയുമുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരിൽ പകുതിയോ അതിലധികമോ വരുന്ന ആളുകൾ ലോകത്തിൻ്റെ നാനാ ഭാഗത്തും ഇസ്ലാം മതപ്രചരണത്തിന് വേണ്ടി പോയി അവിടെ വഫാത്തായിട്ടുള്ളവരാണ്. നമ്മുടെ കേരളത്തിലും വന്നിട്ടുണ്ട് സ്വഹാബികൾ. കോഴിക്കോട് മസ്ജിദ് സഹാബ എന്ന പേരിൽ വലിയൊരു പള്ളി ഞാൻ പൊളിച്ച് നന്നാക്കിയതാണ്. 3000 ആൾ നിസ്കരിക്കുന്നൊരു പള്ളി, ഒരു ചെറിയ പള്ളിയായിരുന്നു. ആ പള്ളിയിൽ 2 സ്വഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതുപോലെ കാസർഗോഡ് സ്വഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. കോഴിക്കോട് തന്നെ വേറെ സ്ഥലത്ത് സ്വഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അങ്ങനെ സ്വഹാബികളും താബികളും ലോകത്തിൻ്റെ നാനാ ഭാഗത്തും പോയി ഇസ്ലാം മതപ്രചരണം നടത്തി. അതെല്ലാം അവരുടെ കറാമത്ത് കൊണ്ടാണ്. ഞാനൊരു ചെറിയ സംഭവം പറയുന്നു.
മുഅ്ജമുൽ ബുൽദാൻ എന്ന കിതാബിൽ യാഖൂത്തുൽ ഹമവി പറയുന്നൊരു ചരിത്രം സുഡാനിൻ്റെയും മൗറിത്താനിയയുടെയും അടുത്ത പ്രദേശം ബർബർ, അവിടെ ഇസ്ലാം മതം എത്തിച്ചു, തിരിച്ചു വന്നു. പിന്നെ അന്വേഷിച്ചപ്പോൾ അവരിൽ പലരും അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോയി എന്ന് കേട്ടു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ബിൻ നാഫിഅ് റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ 15 അല്ലെങ്കിൽ 20 താഴെ ആളുകൾ മദീനയിൽ നിന്ന് പുറപ്പെട്ടു. ഉഖ്ബത്ത് ബിൻ നാഫിഅ് തങ്ങൾ പറഞ്ഞു, നമുക്കൊരു ആസ്ഥാനം വേണം, എങ്കിൽ മാത്രമേ ആളുകളെ ദഅവ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് ഖൈറുവാൻ എന്ന സ്ഥലത്ത് ആക്കാം. ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ബിൻ നാഫിഅ് റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും ഖൈറുവാനിലേക്ക് ചെന്ന് അവിടെ വീടും ഓഫീസും ഉണ്ടാക്കാൻ, ഒരാസ്ഥാനമുണ്ടാക്കാൻ അനുയോജ്യമായ സ്ഥലമാണെന്ന് ദൂരെ നിന്ന് നോക്കിക്കണ്ട സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, വലിയ പുലികളും കരടികളും അതാ ഇങ്ങനെ തലപൊക്കി നിൽക്കുന്നു. സിംഹവും പുലിയും കരടിയും നിറയെ അവിടെ ഇങ്ങനെ തലപൊക്കി നിൽക്കുന്നു. അവിടെ നിന്ന് മെല്ലെ ഒന്ന് തെറ്റി ഒരു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ വലിയ വലിയ സർപ്പം ഇങ്ങനെ തലപൊക്കി ഇങ്ങനെ പടം വിടർത്തിക്കൊണ്ട് നിൽക്കുന്നു. ഇത് രണ്ടും കണ്ടപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, നമുക്ക് അങ്ങ് പോകാം, ഇവിടെ ബേജാറ് തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്തജാബുദ് ദഅവത്ത് എന്ന പേരിൽ മഷ്ഹൂറായ ഉഖ്ബത്ത് ബിൻ നാഫിഅ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ഭയപ്പെടണ്ട, അള്ളാഹു നമ്മളെ സഹായിക്കും. ഉടനെ അതാ ആ സിംഹവും പുലിയും കരടിയും പാമ്പും നിറഞ്ഞു കിടക്കുന്ന ഖൈറുവാനിലേക്ക് ചെന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അയ്യുഹൽ അശ്ബാലു വല്ലസ്ബാഉ ഇർതഹിലൂ വനഹ്നു അസ്ഹാബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏ പാമ്പുകളെ, പുലികളെ, കരടികളെ, നിങ്ങളുടൻ സ്ഥലം വിട്ടുകൊള്ളണം, ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അസ്ഹാബാണ്, ഉടനെ ഇവിടുന്ന് സ്ഥലം വിടണം. വഇല്ല ഫനഖ്തുലുക്കും, ഞങ്ങൾ നിങ്ങളെ കൊന്നുകളയും പോയിട്ടില്ലെങ്കിൽ. ഒരൊറ്റ വാക്ക് അങ്ങ് പറഞ്ഞതോടുകൂടി അതാ മുഴുവൻ കരടികളും സിംഹങ്ങളും പുലികളും അവിടെ നിന്ന് ഓടുകയാണ്. മക്കളെ, ചെറിയ കുട്ടികളെ എടുത്തിട്ട് പുറത്തിട്ട് കൊണ്ട് ഓടുകയാണ്. അതുപോലെ വലിയ വലിയ സർപ്പം, പാമ്പ്, ചെറിയ പാമ്പിനെ പുറത്തിട്ട് കൊണ്ട് ഓടുകയാണ്. ഒരൊറ്റ പാമ്പുമില്ല, ഒരു സിംഹവുമില്ല, ഒരു പുലിയുമില്ല. അങ്ങനെ ആ സ്ഥലം ശുദ്ധിയായി അവിടെ ആസ്ഥാനമുണ്ടാക്കി അവിടെ ഇരുന്നിട്ട് പരിശുദ്ധ തൗഹീദിൻ്റെ പ്രവർത്തനം നടത്തിയതിൽ നിന്നാണ് സഹോദരങ്ങളെ ഖൈറുവാനും ബർബറും എന്നല്ല, ഏറ്റവും വലിയ ജനസംഖ്യയുള്ള മൗറിത്താനിയയും സുഡാനും ഇസ്ലാമിലേക്ക് ആളുകൾ വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വലിയ സിംഹം, ഇവിടെ കേരള ഗവൺമെൻറ് പേടിക്കലല്ലേ, അവിടെ പുലി വന്നിട്ടുണ്ട് എന്ന് കേട്ടാൽ പോലീസുകാരടക്കം പേടിയായി. വെടിവെക്കാൻ വഴിയില്ല, കൊല്ലാൻ നിവൃത്തിയില്ല, എന്തു ചെയ്യുമെന്ന് പേടിക്കുകയല്ലേ ചെയ്യുന്നത്. അതേ സമയത്ത് ഒരൊറ്റ വ്യക്തി ധൈര്യത്തോടുകൂടി ചെന്നിട്ട് ഇവിടുന്ന് പോകണം എന്ന് പറയുമ്പോൾ പോകാൻ എന്താണ് അവരെ കയ്യിലുള്ളത് നിങ്ങൾ ആലോചിക്കണം. ومن تكن برسول الله نصرته إن تلقه الأسد في أعجامها تجمي. ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞത് അതാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ആ പുലികളും സിംഹങ്ങളും